Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ഷെയറിംഗ് ബ്രിങ്സ് ഹാപ്പിനെസ്. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. ഹിസ് ബുക്ക് ഷെൽഫ് വാസ് സ്റ്റഫ്ഡ് വിത്ത് കൊമിക്സ് ആൻഡ് ബുക്സ്. കൊമിക് എന്നാൽ ചിരിപ്പിക്കുന്ന ചിത്രങ്ങളും പുസ്തകങ്ങളും. സ്റ്റഫ് എന്നാൽ നിറയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. വാസ് സ്റ്റഫ്ഡ് നിറയ്ക്കപ്പെട്ടിരുന്നു അവൻ്റെ ബുക്ക് ഷെൽഫ്. ബുക്ക് ഷെൽഫ് എന്നാൽ അലമാര. പുസ്തകങ്ങൾ വയ്ക്കുന്ന അലമാരകൾ ഈ പറഞ്ഞവ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരുന്നു. ആൻഡ് ഹിസ് പെൻസിൽ ബോക്സ് വാസ് ക്രാംഡ് വിത്ത് പെൻസിൽസ്. ആൻഡ് ഹിസ് പെൻസിൽ ബോക്സ് അവൻ്റെ പെൻസിൽ ബോക്സ് വാസ് ക്രാംഡ് എന്നാൽ നിറഞ്ഞു കവിഞ്ഞ് എന്നുള്ള അർത്ഥമാണ്. വിത്ത് പെൻസിലുകൾ കൊണ്ട് അവൻ്റെ പെൻസിൽ ബോക്സ് നിറഞ്ഞു കവിഞ്ഞിരുന്നു. സോനു ഡിഡിൻറ്റ് വാണ്ട് ടു ഷെയർ ഹിസ് തിങ്സ്. സോനു ഇഷ്ടപ്പെട്ടിരുന്നില്ല ടു ഷെയർ പങ്കുവെക്കാൻ. ഹിസ് തിങ്സ് അവൻ്റെ വസ്തുക്കൾ പങ്കുവെക്കാൻ അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. മാമ ടോൾഡ് സോനു നോട്ട് ടു വേസ്റ്റ് എനിത്തിങ്. മാമ പറഞ്ഞു സോനുവിനോട്. ടോൾഡ് എന്നാൽ പറഞ്ഞു. ടോൾഡ് സോനു. മാമ സോനുവിനോട് പറഞ്ഞു നോട്ട് ടു വേസ്റ്റ് ഒന്നും പാഴാക്കരുത്. എനിത്തിങ് എന്നാൽ ഒന്നും. നോട്ട് ടു വേസ്റ്റ് ഒന്നും പാഴാക്കരുത്. She asked him to give away the things he did not need. അവൾ അമ്മ ആവശ്യപ്പെട്ടു അവനോട് സോനുവിനോട് to give away എന്നാൽ സമ്മാനിക്കുക എന്നുള്ള അർത്ഥമാണ്. കൊടുക്കുക ഇതൊക്കെയാണ് അർത്ഥം. the things he did not need അവന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ നൽകാൻ വേണ്ടിയിട്ട് അവൻ്റെ അമ്മ അവനോട് ആവശ്യപ്പെട്ടു. but Sonu did not listen to her. പക്ഷേ സോനു ഡിഡ് നോട്ട് ലിസൺ സോനു കേട്ടില്ല ഗൗനിച്ചില്ല ടു ഹെർ അവളെ അവൻ്റെ അമ്മയെ സോനു പക്ഷേ ഗൗനിച്ചില്ല. സോനു വൈ ഡോണ്ട് യു ഗിവ് അവേ സം ഓഫ് യുവർ ടോയ്സ് ആൻഡ് ക്ലോത്ത്സ് ടു ദോസ് ഹൂ നീഡ് ദം. സോനു വൈ ഡോണ്ട് യു ഗിവ് അവേ നീ എന്തുകൊണ്ട് നൽകുന്നില്ല സം ഓഫ് യുവർ ടോയ്സ് നിൻ്റെ ടോയ്സുകളിൽ കുറച്ച് ആൻഡ് ക്ലോത്ത്സ് വസ്ത്രങ്ങളും ടു ദോസ് ഹൂ നീഡ് ദം അവകൾ വേണ്ടവർക്ക് വസ്ത്രങ്ങളും ടോയ്സുകളും കളിപ്പാട്ടങ്ങളും വേണ്ടവർക്ക് നീ എന്തുകൊണ്ട് അവകൾ നൽകുന്നില്ല. മോം സജസ്റ്റ് കൈൻഡ്ലി. സജസ്റ്റ് എന്നാൽ നിർദ്ദേശിക്കുക സൂചിപ്പിക്കുക ഇതൊക്കെയാണ് അർത്ഥം. കൈൻഡ്ലി എന്നാൽ അനുകമ്പയോടെ മോം അവനോട് പറഞ്ഞു. നോ മോം ഐ വാണ്ട് ടു കീപ് ദം ഓൾ. നോ മോം ഇല്ല അമ്മേ. ഐ വാണ്ട് ടു കീപ് ദം ഓൾ അവകൾ എല്ലാം എനിക്ക് സൂക്ഷിക്കണം. ഐ വാണ്ട് ടു കീപ് എന്നാൽ എനിക്ക് സൂക്ഷിക്കണം. ദം ഓൾ അവകൾ എല്ലാം. ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് എനിത്തിങ് അവേ. ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് എനിക്ക് നൽകേണ്ട ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നില്ല. എനിത്തിങ് അവേ ഒന്നും നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോനു റിപ്ലൈഡ് സ്റ്റബോൺലി എന്നാൽ പിടിവാശിയായ എന്നുള്ള അർത്ഥമാണ്. പിടിവാശിയോടെ സോനു മറുപടി പറഞ്ഞു ഞാൻ ഒന്നും നൽകാൻ ആഗ്രഹിക്കുന്നില്ല. വൺ ആഫ്റ്റർനൂൺ ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് സോനു സാറ്റ് ഇൻ ദ ലോഞ്ച് ആൻഡ് വാസ് പ്ലേയിങ് വിത്ത് ഹിസ് ടോയ്സ്. സോനു സാറ്റ് ഇൻ ദ ലോഞ്ച് സോനു ഇരുന്നു. ലോഞ്ച് എന്നാൽ ഇവിടെ വിശ്രമമുറി എന്നുള്ള അർത്ഥമുണ്ട്. ചാരിക്കിടക്കുന്ന ചെറിയ കട്ടിൽ ഇതൊക്കെയാണ് അർത്ഥങ്ങൾ. സോനു ഇരുന്നു ആൻഡ് വാസ് പ്ലേയിങ് വിത്ത് ഹിസ് ടോയ്സ് അവൻ അവൻ്റെ ടോയ്സുകൾ കൊണ്ട് കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുകയായിരുന്നു. മൈക്ക് ദ നെയ്ബേഴ്സ് സൺ പീക്ക് ത്രൂ ദ വിൻഡോ. മൈക്ക് ഒരു കുട്ടിയുടെ പേരാണ്. ദ നെയ്ബേഴ്സ് സൺ അയൽവാസിയുടെ മകനായിട്ടുള്ള മൈക്ക്. പീക്ക് എന്നുള്ള അർത്ഥം ഒളിഞ്ഞു നോക്കുക എന്നുള്ള അർത്ഥമാണ്. പീക്ഡ് ഒളിഞ്ഞു നോക്കി. ത്രൂ ദ വിൻഡോ ജനലിലൂടെ മൈക്ക് അയൽവാസിയുടെ മകനായിട്ടുള്ള മൈക്ക് ഒളിഞ്ഞു നോക്കി. ഹി വാച്ച്ഡ് സോനു വിത്ത് ഇൻട്രസ്റ്റ്. അവൻ നോക്കി. സോനുവിനെ നിരീക്ഷിച്ചു. വിത്ത് ഇൻട്രസ്റ്റ് താല്പര്യത്തോടെ അവൻ സോനുവിനെ നോക്കി. ക്യാൻ ഐ പ്ലേ വിത്ത് യു സോനു ഞാൻ നിൻ്റെ കൂടെ കളിക്കട്ടെ. ക്യാൻ ഐ പ്ലേ വിത്ത് യു ഞാൻ നിൻ്റെ കൂടെ കളിച്ചോട്ടെ.
മൈക്ക് ആസ്ക്ഡ്, മൈക്ക് ചോദിച്ചു. ഈഗേളി, ഈഗേളി എന്നാൽ ആകാംക്ഷയോടെ എന്നുള്ള അർത്ഥം. മൈക്ക് ആസ്ക്ഡ് ഈഗേളി, മൈക്ക് എന്താണ് ആകാംക്ഷയോടെ താല്പര്യത്തോടെ ചോദിച്ചു, ഞാൻ നിൻ്റെ കൂടെ കളിച്ചോട്ടെ. സോനു സ്കൗൾഡ് ആൻസേർഡ്, സ്കൗൾ എന്നാൽ ഇവിടെ നെറ്റി ചുളിക്കുക എന്നുള്ള അർത്ഥമാണ്. മുഖം കനപ്പിക്കുക, തുറിച്ചു നോക്കുക, ഇതൊക്കെയാണ് അർത്ഥം. സോനു സ്കൗൾഡ് ആൻസേർഡ്, സോനു നെറ്റി ചുളിച്ചു എന്നിട്ട് പറഞ്ഞു, നോ ഇല്ല, ഗോ ബാക്ക് ടു യുവർ ഹൗസ്, നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുക. ആൻഡ് പ്ലേ വിത്ത് യുവർ ഓൺ ടോയ്സ്, നിൻ്റേതായിട്ടുള്ള നിൻ്റെ സ്വന്തം ടോയ്സുകൾ കൊണ്ട്, കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുക. സോനു നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു. മൈക്ക് ഫെൽറ്റ് എ ബിറ്റ് ഡിജക്റ്റഡ്, മൈക്കിന് സങ്കടം തോന്നി, ദുഃഖം തോന്നി. ഡിജക്റ്റഡ് എന്നാൽ വിഷണ്ണനായ. ഹി വെൻറ്റ് ബാക്ക് ടു ഹിസ് ഹൗസ്, അവൻ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. വെൻറ്റ് ബാക്ക് എന്നാൽ തിരിച്ചു പോയി. ഹി വെൻറ്റ് ബാക്ക് ടു ഹിസ് ഹൗസ്, അവൻ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. വൺ ഡേ, ഒരു ദിവസം, ദർ വാസ് എ ഫയർ ഇൻ ദ വില്ലേജ് നിയർ ബൈ. ദർ വാസ് ഉണ്ടായിരുന്നു, എ ഫയർ ഒരു തീപിടിത്തം, ഇൻ ദ വില്ലേജ് നിയർ ബൈ അടുത്തുള്ള ഗ്രാമത്തിൽ ഒരു ദിവസം ഒരു തീപിടിത്തമുണ്ടായി. ദ ഫയർ ബേൺഡ് ഓൾ ദ ഹൗസസ് ഇൻ ദ വില്ലേജ്. ദ ഫയർ തീ, ബേൺഡ് കത്തിച്ചു, ഓൾ ദ ഹൗസസ് ഇൻ ദ വില്ലേജ് ആ ഗ്രാമത്തിലുള്ള എല്ലാ വീടുകളും തീ കത്തിച്ചു. ജോൺ ദ ഡ്രൈവർ ഓഫ് സോനു സ്കൂൾ ബസ് ലിവ്ഡ് ഇൻ ദ വില്ലേജ്. ജോൺ ദ ഡ്രൈവർ ഓഫ് സോനു സ്കൂൾ ബസ്, സ്കൂൾ ബസ്സിൻ്റെ സോനുവിൻ്റെ സ്കൂളിലെ ബസ്സിലെ ഡ്രൈവറായിട്ടുള്ള ജോൺ ലിവ്ഡ് ഇൻ ദ വില്ലേജ് ആ ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. ഹിസ് ഹൗസ് വാസ് ഓൾസോ ബേൺഡ് ഇൻ ദ ഫയർ. ഹിസ് ഹൗസ് വാസ് ഓൾസോ, അദ്ദേഹത്തിൻ്റെ വീടും, ബേൺഡ് കത്തിക്കരിഞ്ഞു, ഇൻ ദ ഫയർ ആ തീപിടുത്തത്തിൽ അദ്ദേഹത്തിൻ്റെ വീടും കത്തിച്ചാമ്പലായി. ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ, സോനു ബോർഡഡ് ഹിസ് സ്കൂൾ ബസ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ബോർഡ് എന്നാൽ ഇവിടെ അർത്ഥം വിമാനം, കപ്പൽ, തീവണ്ടി എന്നിങ്ങനെയുള്ള വാഹനങ്ങളിൽ കയറുക. അതുപോലെ ബസ്സിൽ കയറുന്നതിനും ബോർഡ് എന്ന് തന്നെയാണ് പറയുക. സോനു ബോർഡഡ് ഹിസ് സ്കൂൾ ബസ്, സോനു അവൻ്റെ സ്കൂളിൽ ബസ്സിൽ കയറി, വിത്ത് ഹിസ് ഫ്രണ്ട്സ് അവൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ. ആസ് ദേ വേർ ടോക്കിംഗ്, അവർ സംസാരിക്കുകയായിരുന്നു ആ സമയത്ത്, ടോമി സെഡ് ടു ഹിം വിത്ത് എ വറീഡ് എക്സ്പ്രഷൻ. ടോമി സെഡ്, ടോമി പറഞ്ഞു, ടു ഹിം അവനോട്, ടോമി സെഡ് ടു ഹിം ടോമി അവനോട് പറഞ്ഞു, സോനുവിനോട്, വിത്ത് എ വറീഡ് എക്സ്പ്രഷൻ. വറീഡ് എന്നാൽ അസ്വസ്ഥനായ എന്നുള്ള അർത്ഥം, ചിന്താകുലനായ, ഇതൊക്കെയാണ് അർത്ഥം. എക്സ്പ്രഷൻ എന്നാൽ മുഖഭാവം, ഒരു ദുഃഖിതമായിട്ടുള്ള, ചിന്താകുലനായിട്ടുള്ള ഒരു മുഖഭാവത്തോടെ ടോമി സോനുവിനോട് പറഞ്ഞു. ഹേ സോനു, ഡിഡ് യു ഹിയർ? ഡിഡ് യു ഹിയർ, സോനുവിനെ വിളിക്കുകയാണ്. ഹേ സോനു, ഡിഡ് യു ഹിയർ, നീ കേട്ടോ? അങ്കിൾ ജോൺസ് ഹൗസ് ബേൺ ഡൗൺ ഇൻ എ ഫയർ ലാസ്റ്റ് നൈറ്റ്. അങ്കിൾ ജോൺസ് ഹൗസ്, അങ്കിൾ ജോൺ ഹൗസിൻ്റെ വീട്, ജോണിൻ്റെ വീട്, ബേൺ ഡൗൺ കത്തിക്കരിഞ്ഞു, ഇൻ എ ഫയർ ഒരു തീപിടിത്തത്തിൽ, ലാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി അങ്കിൾ ജോണിൻ്റെ വീട് ഒരു തീപിടിത്തത്തിൽ കത്തിക്കരിഞ്ഞു. ദെൻ ആൻഡ്രൂ സെഡ്, ഇത് കേട്ട് പിന്നീട് ആൻഡ്രൂ പറഞ്ഞു, നൗ ഹി ആൻഡ് ഹിസ് ചിൽഡ്രൻ ഹാവ് നോ ക്ലോത്ത്സ്, ഇപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്കും വസ്ത്രങ്ങൾ ഇല്ല. നോ ടോയ്സ്, കളിപ്പാട്ടങ്ങളില്ല. ആൻഡ് നോ സ്കൂൾ ബാഗ്സ്, സ്കൂൾ ബാഗുകളും ഇല്ല. സോനുസ് ഹാർട്ട് സാങ് ടു ഹിയർ ദ ന്യൂസ്. ഹാർട്ട് സാങ് എന്നാൽ അർത്ഥം ടു ഫീൽ ഡിസപ്പോയിൻറ്റഡ് ഓർ ടു ലൂസ് ഹോപ്പ്, വളരെ അധികം ദുഃഖിതനാവുക, അതല്ലെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെടുക, ഇതൊക്കെയാണ് അർത്ഥം. സോനുവിന് ആ വാർത്ത കേട്ട് വളരെ അധികം ദുഃഖം തോന്നി. ഓ നോ, വി ഹാവ് ടു ഡു സംതിങ് ടു ഹെൽപ്പ്, നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതുണ്ട്. ടോമി നോഡഡ് സിമ്പതറ്റിക്കലി ആസ് ദ ബസ് റീച്ച്ഡ് അറ്റ് ദ സ്കൂൾ. ടോമി നോഡഡ്, ടോമി തലയാട്ടി. സിമ്പത്തറ്റിക്കലി എന്നാൽ സാനുകമ്പം എന്നുള്ള അർത്ഥമാണ്. ആസ് ദ ബസ് റീച്ച്ഡ് അറ്റ് ദ സ്കൂൾ, ടോമി സാനുകമ്പത്തോടെ തലയാട്ടി. ആസ് ദ ബസ് റീച്ച്ഡ് അറ്റ് ദ സ്കൂൾ, സ്കൂളിലേക്ക് സ്കൂൾ ബസ് എത്തിയപ്പോൾ എന്താണ്, ആ സമയത്ത് ടോമി സാനുകമ്പത്തോടെ തലയാട്ടി. ആൻഡ് ദേ ഓൾ സ്റ്റെപ്ഡ് ഔട്ട്, ദെയർ മൈൻഡ്സ് ഫിൽഡ് വിത്ത് തോട്ട്സ്.
ആൻഡ് ദേ ഓൾ സ്റ്റെപ്ഡ് ഔട്ട്. അവർ എല്ലാവരും ഇറങ്ങി. ദയർ മൈൻഡ്സ് അവരുടെ മനസ്സുകൾ ഫിൽഡ് വിത്ത് തോട്ട്സ് ചിന്തകൾ കൊണ്ട് നിറഞ്ഞു. ഡ്യൂറിങ് ലഞ്ച് ബ്രേക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഉച്ചഭക്ഷണത്തിന് വിട്ട സമയത്ത് സോനു ആൻഡ് ഹിസ് ഫ്രണ്ട് സാറ്റ് ഇൻ ദ സ്കൂൾ കാഫിറ്റീരിയ. സോനു ആൻഡ് ഹിസ് ഫ്രണ്ട് സോനുവും അവൻ്റെ സുഹൃത്തുക്കളും സാറ്റ് ഇരുന്നു ഇൻ ദ സ്കൂൾ കാഫിറ്റീരിയ. കാഫിറ്റീരിയ എന്നാൽ ഭക്ഷണശാല. സ്കൂളിലെ ഭക്ഷണശാലയിൽ സോനുവും അവൻ്റെ സുഹൃത്തുക്കളും ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഇരുന്നു. ദേ വേർ ഡിസ്കഷൻ എബൌട്ട് ഹൗ ദേ കുഡ് ഹെൽപ്പ് ജോൺസ് ഫാമിലി. ദേ വേർ ഡിസ്കഷൻ അവർ ചർച്ചയിലായിരുന്നു. എബൌട്ട് സംബന്ധിച്ച് അതിനെപ്പറ്റി. ഹൗ ദേ കുഡ് ഹെൽപ്പ് ജോൺസ് ഫാമിലി ജോണിൻ്റെ കുടുംബത്തെ എങ്ങനെയാണ് സഹായിക്കുക. ഈ ചർച്ചയിലായിരുന്നു അവർ. ടോമി സ്പോക്കപ്പ് ഫേസ്റ്റ് ടോമി ആദ്യം സംസാരിച്ചു. ഐ ഹാവ് മെനി ക്ലോത്ത്സ് ദാറ്റ് ഐ ഡോണ്ട് വെയർ എനി മോർ. ഐ ഹാവ് മെനി ക്ലോത്ത്സ് എനിക്ക് ഒരുപാട് വസ്ത്രങ്ങൾ ഉണ്ട്. ദാറ്റ് ഐ ഡോണ്ട് വെയർ എനി മോർ ഞാൻ അവകൾ ഒട്ടും തന്നെ ധരിക്കാറില്ല. ആ വസ്ത്രങ്ങൾ എനിക്ക് ഉണ്ട്. ഐ ക്യാൻ ഗീവ് സം ടു അങ്കിൾ ജോൺസ് ചിൽഡ്രൻ. ഐ ക്യാൻ ഗിവ് എനിക്ക് നൽകാൻ കഴിയും സം അതിൽ കുറച്ച് ടു അങ്കിൾ ജോൺസ് ചിൽഡ്രൻ അങ്കിൾ ജോണിൻ്റെ കുട്ടികൾക്ക് അവകൾ കുറച്ച് എനിക്ക് നൽകാൻ സാധിക്കും. ദാറ്റ്സ് ഗ്രേറ്റ് ഐഡിയ അതൊരു നല്ല ആശയമാണ് ടോമി. സോനു സെഡ് സോനു ടോമിയോട് പറഞ്ഞു അതൊരു നല്ല ആശയമാണ്. ഐ ക്യാൻ ഗിവ് സം ടോയ്സ് ഫ്രം മൈ കളക്ഷൻ. കളക്ഷൻ എന്നാൽ ശേഖരം. എൻ്റെ ശേഖരത്തിൽ നിന്നും എൻ്റെ കളിപ്പാട്ടങ്ങളുടെ ശേഖരത്തിൽ നിന്നും അവകളിൽ ചിലത് എനിക്ക് നൽകാൻ സാധിക്കും. ആൻഡ്രൂ സെഡ് ആൻഡ്രൂ പറഞ്ഞു ഐ ഹാവ് സം എക്സ്ട്രാ ഷൂസ് ആൻഡ് സ്കൂൾ ബാഗ്സ് ദാറ്റ് ഐ ക്യാൻ ഗിവ് അവേ. ഐ ഹാവ് സം എക്സ്ട്രാ ഷൂസ് എൻ്റെ അടുത്ത് കുറച്ച് അധികം ഷൂവുകൾ ഉണ്ട്. ആൻഡ് സ്കൂൾ ബാഗുകളും ഉണ്ട്. ദാറ്റ് ഐ ക്യാൻ ഗിവ് അവേ അവകൾ എനിക്ക് നൽകാൻ സാധിക്കും. ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് സം ബുക്സ് ആൻഡ് കോപ്പീസ് ടു എനിക്കു തോന്നുന്നു എൻ്റെ അടുത്ത് കുറച്ച് പുസ്തകങ്ങളും കോപ്പികളും ഉണ്ട്. വി ക്യാൻ ഗ്യാദർ ഓൾ ദീസ് തിങ്സ് ആൻഡ് ഗിവ് ദം ടു അങ്കിൾ ജോൺസ് ഫാമിലി. സോനു സെഡ് വി ക്യാൻ ഗ്യാദർ എന്നാൽ സമാഹരിക്കുക, ശേഖരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. വി ക്യാൻ ഗ്യാദർ നമുക്ക് സമാഹരിക്കാം. ഓൾ ദീസ് തിങ്സ് ഈ എല്ലാ വസ്തുക്കളും ആൻഡ് ഗിവ് ദം എന്നിട്ട് അവർക്ക് നൽകാം, ശേഖരിച്ച് നൽകാം. ടു അങ്കിൾ ജോൺസ് ഫാമിലി അങ്കിൾ ജോണിൻ്റെ കുടുംബത്തിന് നൽകാം. സോനു സെഡ് സോനു പറഞ്ഞു. വെൻ സോനു റിട്ടേൺഡ് ഹോം വെൻ എന്നാൽ ആ സമയത്ത്. വെൻ സോനു റിട്ടേൺ ഹോം സോനു വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഹീ ടോൾഡ് ഹിസ് മദർ എബൌട്ട് ദ ഫയർ ആൻഡ് ഓൾസോ എബൌട്ട് ജോൺ. ഹീ ടോൾഡ് ഹിസ് മദർ അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു. എബൌട്ട് ദ ഫയർ തീയിനെ പറ്റി, ആ തീപിടിത്തത്തെ പറ്റി. ആൻഡ് ഓൾസോ എബൌട്ട് ജോൺ ജോണിനെ പറ്റിയും ആ തീപിടിത്തത്തെ പറ്റിയും അവൻ അവൻ്റെ അമ്മയോട് വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞു. ദെൻ ഹീ സെഡ് മോം ക്യാൻ ഐ ഗിവ് സം ഓഫ് മൈ ടോയ്സ് ക്ലോത്ത്സ് ആൻഡ് ഷൂസ് ടു അങ്കിൾ ജോൺ. ദെൻ ഹീ സെഡ് പിന്നീട് അവൻ പറഞ്ഞു. മോം ക്യാൻ ഐ ഗിവ് ഞാൻ നൽകിയോട്ടെ സം ഓഫ് മൈ ടോയ്സ് എൻ്റെ കളിപ്പാട്ടങ്ങളിൽ കുറച്ച്, ക്ലോത്ത്സ് വസ്ത്രങ്ങൾ, ആൻഡ് ഷൂവുകൾ ടു അങ്കിൾ ജോണിന് ഈ പറഞ്ഞവയൊക്കെ ഞാൻ നൽകിയോട്ടെ. ഡു യു തിങ്ക് ഇറ്റ് വിൽ മേക്ക് ഹിം ഹാപ്പി അത് അവനെ സന്തോഷിപ്പിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മോം സെഡ് അമ്മ പറഞ്ഞു. യെസ് സോനു അതെ. ഇറ്റ് വുഡ് ബി നൈസ് ടു ഹെൽപ്പ് ഹിം അവനെ സഹായിക്കുന്നത് നല്ലതായിരിക്കും. യു ഷുഡ് ഗിവ് അവേ ദ തിങ്സ് ദാറ്റ് ഡു നോട്ട് ഫിറ്റ് യു എനി മോർ. യു ഷുഡ് ഗിവ് അവേ നീ നൽകണം ദ തിങ്സ് വസ്തുക്കൾ ദാറ്റ് ഡു നോട്ട് ഫിറ്റ് എന്നാൽ ഇവിടെ ചേരുക എന്നുള്ള അർത്ഥമാണ്. ഡു നോട്ട് ഫിറ്റ് എനി മോർ നിനക്ക് ഒട്ടും ചേരാത്ത വസ്തുക്കൾ എന്തൊക്കെയാണോ അവകൾ നീ തീർച്ചയായിട്ടും നൽകണം. സോനു ടുക്ക് ഔട്ട് ദ ക്ലോത്ത്സ് ആൻഡ് ഷൂസ് ദാറ്റ് ഡിഡ് നോട്ട് ഫിറ്റ് ഹിം. അങ്ങനെ സോനു ടുക്ക് ഔട്ട് സോനു പുറത്തേക്ക് കൊണ്ടുവന്നു ദ ക്ലോത്ത്സ് വസ്ത്രങ്ങൾ ആൻഡ് ഷൂവുകളും ദാറ്റ് ഡിഡ് നോട്ട് ഫിറ്റ് ഹിം അവന് ചേരാത്ത, അവന് പാകമാകാത്ത ഷൂവുകളും വസ്ത്രങ്ങളും അവൻ പുറത്തേക്ക് കൊണ്ടുവന്നു. ഹി പാക്ക്ഡ് ദം ഇൻ ടു നീറ്റ് പാക്കറ്റ്സ്. നീറ്റ് എന്നാൽ വൃത്തിയുള്ള, ഭംഗിയുള്ള, ഇതൊക്കെയാണ് അർത്ഥം.
ഹി പാക്ഡ് ദം അവൻ അവകൾ പാക്ക് ചെയ്തു, ആ വസ്തുക്കളൊക്കെ, ഇൻ ടു നീറ്റ് പാക്കറ്റ്സ്, ഒരു വളരെ മനോഹരമായിട്ടുള്ള വൃത്തിയുള്ള പാക്കറ്റുകളിൽ അവൻ അത് പാക്ക് ചെയ്തു. വെൻ മോം സോ മെനി പാക്കറ്റ്സ് ഷീ സെഡ്. വെൻ മോം കണ്ടപ്പോൾ, സോ മെനി പാക്കറ്റ്സ്, ഒരുപാട് പാക്കറ്റുകൾ അമ്മ കണ്ടപ്പോൾ, ഷീ സെഡ്, അവൾ പറഞ്ഞു, അമ്മ, ആർ യു ഷുവർ യു വാണ്ട് ടു ഗിവ് അവേ ഓൾ ദീസ് തിങ്സ്? ആർ യു ഷുവർ, നിനക്ക് തീർച്ചയുണ്ടോ? യു വാണ്ട് ടു ഗിവ് അവേ ഓൾ ദീസ് തിങ്സ്, ഈ എല്ലാ വസ്തുക്കളും അവർക്ക് നൽകുമെന്ന് തീർച്ചയുണ്ടോ? അവർക്ക് നൽകണമെന്ന് നിനക്ക് തീർച്ചയുണ്ടോ? സോനു സെഡ്, സോനു പറഞ്ഞു, യെസ് മോം, ഐ ഹാവ് ഇനഫ്, എനിക്ക് ധാരാളമുണ്ട്. ഐ ഹോപ്പ് ജോൺസ് ചിൽഡ്രൻ ഫീൽ ഹാപ്പി വിത്ത് ദീസ് ക്ലോത്ത്സ് ആൻഡ് ഷൂസ്. ഐ ഹോപ്പ് ജോൺസ് ചിൽഡ്രൻ ഫീൽ ഹാപ്പി, ഞാൻ പ്രതീക്ഷിക്കുന്നു ജോണിൻ്റെ കുട്ടികൾക്ക് സന്തോഷമാകുമെന്ന്. വിത്ത് ദീസ് ക്ലോത്ത്സ് ആൻഡ് ഷൂസ്, ഈ വസ്ത്രങ്ങളും ഷൂവുകളും ലഭിച്ചാൽ അവർക്ക് സന്തോഷമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓഫ് കോഴ്സ്, തീർച്ചയായും. ദേ വിൽ ബി, അവർ സന്തോഷവാന്മാരാവും. സെഡ് മോം, അമ്മ പറഞ്ഞു. വി ഷുഡ് ഷെയർ വാട്ട് വി ഹാവ് വിത്ത് അതേഴ്സ്. വി ഷുഡ് ഷെയർ, നമ്മൾ പങ്കുവയ്ക്കണം. വാട്ട് വി ഹാവ് വിത്ത് അതേഴ്സ്, നമുക്കെന്താണോ ഉള്ളത്. വാട്ട് വി ഹാവ് എന്നാൽ നമുക്ക് എന്താണോ ഉള്ളത്, അതാണ് അർത്ഥം. വി ഷുഡ് ഷെയർ വാട്ട് വി ഹാവ് വിത്ത് അതേഴ്സ്, നമുക്ക് എന്താണോ ഉള്ളത് അവകൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. മോറൽ, ഗുണപാഠം, ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം. ഷെയറിംഗ് ബ്രിങ്സ് ഹാപ്പിനെസ്, പങ്കുവയ്ക്കൽ സന്തോഷം കൊണ്ടുവരുന്നു.